Hello friends, welcome to Anderson's Chemistry. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിനെ ആസ്പദമാക്കി മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള നീറ്റ് എൻട്രൻസ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. The number of protons, neutrons and electrons in lutetium, atomic number 71, mass number 175, respectively are option A 71, 104 and 71, option B 104, 71 and 71, option C 71, 71 and 104, option D 175, 104 and 71. ചോദ്യം എന്ന് പറയുന്നത് ലുട്ടീഷ്യം അറ്റോമിക് നമ്പർ 71 മാസ് നമ്പർ 175 ഉള്ള ലുട്ടീഷ്യത്തിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ഇവ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ലുട്ടീഷ്യം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാസ് നമ്പർ തന്നിട്ടുണ്ട്. മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്ലസ് ന്യൂട്രോൺസ് എന്ന് പറയാം. നമുക്കിവിടെ എഴുതാം. ആദ്യം മാസ് നമ്പർ, അറ്റോമിക് മാസ് നമുക്കറിയാം. അറ്റോമിക് മാസ് ഡോട്ട് ചെയ്യുന്നത് എ എന്നാണ്. സെഡ് അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പോൾ എ ഈസ് ഈക്വൽ ടു 175, സെഡ് ഈസ് ഈക്വൽ ടു 71. Z is equal to 71 എന്ന് പറഞ്ഞ അർത്ഥം പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും നമ്പർ 71 ആണ്. That means P is equal to 71, E is equal to 71. ഇനി നമുക്ക് n കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. So n is equal to mass number n is equal to mass number minus atomic number. 175 minus 71. So 5 minus 1, 4, 7 minus 7, 0 and 1. So proton 71, electron 71, neutron 104. Option ഒന്ന് നോക്കാം. പ്രോട്ടോൺ നമുക്ക് എത്ര കിട്ടി? 71. ന്യൂട്രോൺ എത്ര കിട്ടി? 104. ഇലക്ട്രോൺ എത്ര കിട്ടി? 71. So 71, 104, 71. 71, 104, 71. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2020 നീറ്റിലാണ്, അതായത് കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Be2+ is isoelectronic with which of the following items? എന്താണ് ഐസോഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ? ഐസോ എന്ന് പറഞ്ഞാൽ സെയിം. സോ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസ് ഏതാണ് എന്നാണ് ചോദ്യം. ഇനി ബെറിലിയം, ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്, അതായത് അതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 4 ആണ്. ഇനി Be2+ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. സോ 4 - 2 എത്രയാണ്? 2. അതായത് Be2+ എന്ന് പറയുന്ന സ്പീഷീസിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 2 ആണ്. സോ Be2+ 2 ആണെങ്കിൽ 2 വരുന്ന സ്പീഷീസ് ഏതാണെന്ന് നോക്കാം. ഐസോഇലക്ട്രോണിക് H, ഹൈഡ്രജൻ 1. സോ 1 - 1, ഒരു ഇലക്ട്രോൺ പോയി, H+ എന്ന് പറയുമ്പോൾ. സോ 1 - 1 എത്രയാണ്? 0. ഇലക്ട്രോൺ ഇല്ല. അടുത്തത് ലിഥിയം, അറ്റോമിക് നമ്പർ 3, ലിഥിയം പ്ലസ്. സോ 3 - 1, 2. സോഡിയം, അറ്റോമിക് നമ്പർ 11 ആണ്. Na+ എന്ന് പറയുമ്പോൾ 11 - 1, സോ 10.
Magnesium. Atomic number 12 ആണ്. ഇവിടെ magnesium 2 plus ആണ്. So 12 minus 2 10. Okay, നോക്കി. ഇവിടെ B 2 plus 2 2 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ B ആണ്. So ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആർ. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുമ്പോൾ സെയിം ഇലക്ട്രോൺസ് വരുന്നത്, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന സ്പീഷീസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ CO, Cn മൈനസ് NO പ്ലസ് C2 2 മൈനസ്. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം CO, കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബണിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺ 6, ഓക്സിജൻ ആണെങ്കിലോ 8. സോ 6 plus 8 14 Cn മൈനസ് കാർബൺ 6, നൈട്രോജൻ 7. ഇനി n മൈനസ് ആണ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് കൂടും, അതായത് ഒരു ഇലക്ട്രോൺ കൂടും. സോ 7 എന്ന് പറയുമ്പോൾ 7 plus 1 8. സോ 6 plus 8 again we get 14. Then NO plus nitrogen atomic number 7. So 7 electrons. In oxygen atomic number 8. ഇവിടെ O plus ആണ്. O plus എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ കുറയുന്നു. So 8 minus 1 7. So 7 plus 7 again 14. C2 2 minus C2 കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ C2 ഉണ്ട്. സോ 6 plus 6 12. ഇനി 2 മൈനസ് എന്ന് പറയുമ്പോൾ രണ്ട് നെഗറ്റീവ് ചാർജ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ രണ്ട് ഇലക്ട്രോൺസ് കൂടുതലാണ്. സോ 12 plus 2 14. ഓക്കെ, 4 14 വന്നു. നമുക്ക് ആദ്യമേ കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ എ ആണ്. തന്നിരിക്കുന്നതിന് ഒരു ഓപ്ഷൻ മാത്രമേ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ടൈം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. CO മൈനസ് കാർബൺ 12, ഓക്സിജൻ 8. ഇവിടെ O മൈനസ് ആണ്. സോ 8 plus 1 9 വരും. 6 കാർബൺ അറ്റോമിക് നമ്പർ 6. 6 plus 9 എത്ര വരും? 10 plus 6 16 again 9 plus 6 15. 15. ഇവിടെ 6 plus 7 13. ഇവിടെ NO 7 plus 8 15. ഇവിടെ C2 2 minus 14 അല്ല. then CO plus കാർബൺ അറ്റോമിക് നമ്പർ 6, ഓക്സിജൻ 8. ഇവിടെ ഒന്ന് കുറയും പ്ലസ് ആകുമ്പോൾ. സോ 8 minus 1 7. സോ 6 plus 7 13. Cn plus carbon 6, nitrogen 7. 7 minus 1 6. 6 plus 6 12. NO minus 7. ഇവിടെ 7 ഇവിടെ 8 ആണ്. ഒരു നെഗറ്റീവ് ചാർജ് കൂടുമ്പോൾ 8 plus 1 9 വരും. സോ 7 plus 9 എന്ന് പറയുമ്പോൾ എത്ര വരും? 10 plus 7 17 എങ്കിൽ 9 plus 7 16. C2 12 ചാർജ് ഇല്ല. അടുത്തത് CO വീണ്ടും 14. കാര്യം 6 plus 8 ആണ് 14. ഇവിടെ 6 plus 7 13. NO 7 plus 8 15. C2 12. ഇവിടെ ഒന്നും ഐസോ ഇലക്ട്രോണിക് ആകുന്നില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നാലാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇതും ഐസോ ഇലക്ട്രോണിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. The ion that is isoelectronic with CO carbon monoxide, കാർബണിന്റെ അറ്റോമിക് നമ്പർ 6, ഓക്സിജൻ 8. 6 plus 8 എത്രയാണ്? 14.
6 plus 8 14. Cn 6 carbon 6 nitrogen 7 ഇവിടെ മൈനസ് ആയപ്പോൾ ഒരു ഇലക്ട്രോൺ കൂടും. ശ്രദ്ധിക്കുക, മൈനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതരുത് സബ്ട്രാക്ട് ചെയ്യുക എന്ന്. ഇവിടെ നെഗറ്റീവ് ചാർജിന്റെ മീനിങ് ആണ് മൈനസ് എന്ന് പറയുമ്പോൾ എത്ര മൈനസ് ചാർജ് ഉണ്ടോ അത്ര നിങ്ങൾ ആഡ് ചെയ്യണം. സോ ഇവിടെ 7 plus 1 8. 6 plus 8 എത്ര വരും? 6 plus 8 14. ഇവിടെ 14 വന്നു. N2 plus നൈട്രജൻ അറ്റോമിക് നമ്പർ 7. N2 എന്ന് പറയുമ്പോൾ 14. ഇവിടെ പ്ലസ് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് കുറയ്ക്കണം. സോ 14 minus 1 13. അടുത്തത് ഓക്സിജൻ അറ്റോമിക് നമ്പർ 8. ഇവിടെ 2 മൈനസ് 2 ഇലക്ട്രോൺ കൂട്ടണം. സോ 8 plus 2 10. N2 minus നൈട്രജൻ അറ്റോമിക് നമ്പർ 7. 2 into n plus 2 into n എന്ന് പറയുമ്പോൾ 7 into 2 14. ഇനി ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കൂടും. സോ 14 plus 1 15. ഏതാണ് ആൻസർ? യെസ്, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ. ഐസോ ഇലക്ട്രോണിക് ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. Which one of the following is not isoelectronic with O2 minus? O2 minus oxide, oxygen atomic number 8. ഇവിടെ 2 ഇലക്ട്രോൺസ്. So 8 plus 2 10. Okay, 10. So not isoelectronic എന്ന് പറയുമ്പോൾ 10 വരാത്തത് നോക്കാം. ഇവിടെ നമുക്ക് അറിയാത്തായിട്ട് ഒരേ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ, ടിഎൻ, ടാലിയം. ടാലിയത്തിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. ബാക്കി 3 നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9. സോ ഇവിടെ ഒരു ഇലക്ട്രോൺ ചാർജ്. സോ 9 plus 1 10. ഇവിടെ നൈട്രോജൻ അറ്റോമിക് നമ്പർ 7. ഇവിടെ 3 ഇലക്ട്രോൺസ്. സോ 7 plus 3 10. വീണ്ടും സോഡിയം അറ്റോമിക് നമ്പർ 11. 11 ഇവിടെ പ്ലസ് ആണ്. സോ 11 minus 1 10. അപ്പോൾ നമുക്ക് 3 10 കിട്ടി. സോ ഒബ്വിയസ്ലി നോട്ട് ഐസോഇലക്ട്രോണിക് വരുന്ന ഏതാണ്? ടാലിയം ആണ് ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അതായത് which one of the following is not isoelectronic? ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. നമുക്ക് പരിചയപ്പെടാം. Which of the following series of transition in the spectrum of hydrogen atom falls in visible region? ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രം നമ്മൾ ഒരു സീരീസ് ഉണ്ട്, നമുക്കറിയാം, കാണാതെ നമ്മൾ പഠിക്കേണ്ടത് തന്നെയായിരുന്നു. എന്താണ്? ലൈമൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ലൈമൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഇതാണ് സീരീസിന്റെ ഓർഡർ. ചോദ്യം ഇതാണ്, ഈ ഞാൻ പറഞ്ഞ 5 സീരീസിലും വിസിബിൾ റീജിയനിൽ ഫോളോ ചെയ്യുന്ന സ്പെക്ട്രം ഏത് സീരീസ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ബ്രാക്കറ്റ് സീരീസ്, ഓപ്ഷൻ ബി ലൈമൻ സീരീസ്, ഓപ്ഷൻ സി ബാമർ സീരീസ്, ഓപ്ഷൻ ഡി പാഷൻ സീരീസ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക, വിസിബിൾ റീജിയനിൽ ഫോളോ ചെയ്യുന്ന സീരീസ് എന്ന് പറയുന്നത് ബാമർ സീരീസ് ആണ്. ബാമർ സീരീസ് ആണ് വിസിബിൾ സ്പെക്ട്രം തരുന്നത്. സോ ബാമർ സീരീസ് എവിടെ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ബാമർ സീരീസ്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം കാൽക്കുലേഷൻ ആണ്. നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദി എനർജി ഇൻ ജൂൾ corresponding to light of wavelength 45 nanometer. അതായത് 45 നാനോമീറ്റർ വേഗതയുള്ള ഒരു ലൈറ്റിന്റെ എനർജി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നമുക്ക് തന്നിട്ടുള്ളത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. h is equal to 6.63 into 10 raised to minus 34 joule second. അതുപോലെ സ്പീഡ് ഓഫ് ലൈറ്റ് c is equal to 10 raised to 8 meter per second. ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട്. 6.67 into 10 raised to 15, 6.67 into 10 raised to 11, 4.42 into 10 raised to minus 15,
4.42 in 10 raised to minus 18. നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഓക്കെ, നമുക്ക് ആൻസർ ചെയ്യുന്നത് നോക്കാം. നമുക്ക് അറിയാവുന്ന റിലേഷൻ E is equal to h nu എന്നാണ്. നമുക്ക് ന്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. h തന്നിട്ടുണ്ട്, ന്യൂ ഇല്ല. പകരം c തന്നിട്ടുണ്ട് അല്ലേ? c എത്രയാണ്? 3 into 10 raised to 8. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6.63 into 10 raised to minus 34 into nu is equal to c by lambda. So c ഇവിടെ എഴുതാം 3 into 10 raised to 8 divided by lambda എത്രയായിരുന്നു? 45 നാനോമീറ്റർ. അതായത് 45 into 10 raised to minus 9. ഓർത്തിരിക്കുക, നിങ്ങൾ ആ പ്രിഫിക്സിന്റെ വാല്യൂ ഒക്കെ ഓർത്തിരിക്കുക. പൈക്കോ, നാനോ, ഫെംറ്റോ, അറ്റോ, അതുപോലെ മെഗാ, ഗിഗാ, ടെറ, എക്സാ, തീറ്റ, ഡെസി, ഡെക്ക, ഇതിന്റെ എല്ലാം കറക്റ്റ് വാല്യൂ പഠിച്ചിരിക്കുക. നമുക്കിവിടെ നാനോ 10 raised to minus 9 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമുക്ക് ഇതിന് ചെയ്താൽ മാത്രം മതി. 3 ഇതിനെ ക്യാൻസൽ പോകുമ്പോൾ 15 എന്ന് വരും. 6.63 ഇവിടെ 15 വരും. ഇനി 6.63 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാണുമ്പോഴേ അറിയാം 3 നമ്പേഴ്സും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.21. ഇവിടെയാണെങ്കിലോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 വരും. അപ്പൊ ചെയ്ത് നോക്കാം. 2.21 നമുക്ക് പോയിന്റ് അവസാനം വേണം ബൈ 5 ചെയ്യുമ്പോൾ ഓക്കെ, നമുക്കിവിടെ ഈ ഉത്തരം ചെയ്യുമ്പോൾ 44.2 വരും. നമുക്കിവിടെ 2 ഡെസിമൽ പ്ലേസ് ലെഫ്റ്റോട് മാറ്റി ഇടുക. സോ 1 2 ഇപ്പൊ എന്ത് വരും? 0.442 ഇൻറ്റു നെക്സ്റ്റ് 10 പവർ മൈനസ് 34 ഇവിടെ പ്ലസ് 8 ഇത് മുകളിൽ പോകുമ്പോൾ പ്ലസ് 9. സോ 8 plus 9 17. സോ മൈനസ് 34 പ്ലസ് 17 മൈനസ് 17 വരും. 10 raised to minus 17 വരും. 10 raised to minus 17. ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ 4.42 ഇൻറ്റു ഇവിടെ നമ്മൾ കൂട്ടുമ്പോൾ ഇവിടെ കുറയ്ക്കുക 10 raised to minus 18. 4.42 into 10 raised to 18. സോറി 4.42 into 10 raised to minus 18 ഉണ്ടോ? 4.42 into 10 raised to minus 18. ഇതാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, സോ ഇത് മൂന്നുമല്ല, കാൽക്കുലേഷൻ ആണ്. അത് നിങ്ങൾ കഴിവതും പെട്ടെന്ന് ചെയ്യുവാൻ നോക്കുക. ഓക്കെ, നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എട്ടാമത്തെ ചോദ്യം, the value of Planck's constant is 6.63 into 10 raised to minus 34 joule second. The speed of light is 3 into 10 raised to 17 nanometer second inverse. ഇത് നാനോമീറ്റർ തന്നിരിക്കുന്നത്. നമുക്ക് എന്താണ് കാര്യം നോക്കാം. Which value is closest to the wavelength of nanometer of the quantum of light with frequency of 6 into 10 raised to 15 second inverse. അതായത് തന്നിരിക്കുന്ന വാല്യൂ നമുക്ക് നോക്കാം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഗിവൺ ആണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഗിവൺ ആണ് 3 into 10 raised to 17 നാനോമീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ which value is closest to the wavelength, നമുക്ക് കിട്ടുന്ന വേവ്ലെങ്തിന്റെ ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന ക്വാണ്ടം ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ ക്വാണ്ടം ഓഫ് ലൈറ്റിന്റെ വേവ്ലെങ്ത് എത്ര ക്വസ്റ്റ്യൻ നമുക്കറിയാം. ലൈറ്റ് എന്ന് പറയുന്ന എനർജിയുടെ പാക്കറ്റിനെ നമ്മൾ ക്വാണ്ടം എന്ന് പറയുന്നത്. ആ പാക്കറ്റ് ഓഫ് എനർജിക്ക് ഈ വരുന്ന ഇത്രയും വാല്യൂസ് ഉണ്ടെങ്കിൽ, ഗിവൺ വാല്യൂസ് ഇതൊക്കെയാണെങ്കിൽ അതിനടുത്ത് വരാകുന്ന ക്വാണ്ടത്തിന്റെ വേവ്ലെങ്ത് ആണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ചോദ്യം എഴുതിയെടുക്കുക, ഞാനിത് മാറ്റുകയാണ്. ഓക്കെ, നമുക്കിവിടെ 3 വാല്യൂ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് വേവ്ലെങ്ത് ആണ്. നമുക്ക് വേവ്ലെങ്തിന്റെ റിലേഷൻഷിപ്പ് നോക്കാം. C is equal to nu lambda. Therefore, lambda is equal to C by nu. അപ്പോൾ നമുക്കിവിടെ h വേണ്ട. ഓക്കെ,
കൺഫ്യൂസിങ്ങിന് വേണ്ടി ക്വസ്റ്റ്യന് നമുക്ക് അഡീഷണൽ പോയിന്റ്സ് തന്നിരിക്കും, നമുക്ക് ആവശ്യമില്ല. സോ നമുക്ക് എച്ച് വേണ്ട, സി ബൈ ന്യൂ മാത്രം മതി. ചെയ്ത് നോക്കാം. 3 into 10 raised to 17 nanometer second inverse divided by 6 into 10 raised to 15 second inverse. So second inverse cancel ചെയ്ത് പോകുന്നു. നമുക്ക് കിട്ടുന്നത് നാനോമീറ്റർ വാല്യൂ കിട്ടും. 3/6 എന്ന് പറയുമ്പോൾ 1/2 1/2 into 10 raised to 17 minus 15, അതായത് 0.5 into 10 raised to 17 minus 15 10 സ്ക്വയർ ആണ്. ഹാഫ് into 10 സ്ക്വയർ, അതായത് ഹാഫ് എന്ന് പറയുമ്പോൾ 0.5 ആണ്. 0.5 into 100 എന്ന് പറയുന്നത് എത്രയാണ്? 50 നാനോമീറ്റർ. 50 ഉണ്ടോ? 50. യെസ്, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം. According to law of photochemical equivalence, the energy absorbed in earth mole inverse. എർഗ് എന്ന് പറയുന്നത് എനർജിയുടെ തന്നെ ഒരു യൂണിറ്റ് ആണ്, പക്ഷേ SI യൂണിറ്റ് അല്ല. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂളാണ്. ഇത് വേറെ ഒരു സിസ്റ്റം, മേ ബി CGS സിസ്റ്റം ആണെന്ന് തോന്നുന്നു. സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റത്തിലെ യൂണിറ്റ് ആണെന്ന് തോന്നുന്നു എർഗ്. ഓക്കെ, CGS സിസ്റ്റത്തിലെ എനർജിയുടെ യൂണിറ്റ് ആണ് എർഗ്. എർഗും ഒരു യൂണിറ്റ് ആണ്, പക്ഷെ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എർഗിനാണ്. എനർജി അബ്സോർബ്ഡ് ഇൻ എയർ മോൾ ഇൻവേഴ്സ് ഈസ് ഗിവൺ ആസ്. ഇവിടെ എക്സാക്ട് വാല്യൂ അല്ല, ലാംഡ നമുക്ക് തരാത്തത് കൊണ്ട് ലാംഡ അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. പകരം ലാംഡയ്ക്ക് പകരമുള്ള ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ എടുക്കുക, ക്വസ്റ്റ്യൻ ഞാൻ മാറ്റാൻ പോവുകയാണ്. ഓക്കെ, E is equal to h nu നമുക്കറിയാം. E is equal to h nu. E is equal to h nu എന്ന് പറയുന്നത് 1 mole of particle ആണ്. സോ n moles ഉണ്ടല്ലോ, NH nu. നമുക്ക് ന്യൂ ഇല്ല, പകരം c by lambda എന്ന് പറയുമ്പോൾ n into h c by lambda. n നമ്മൾ അവിടെ അവോഗാഡ്രോ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 6.02 into 10 raised to 23 into c എന്താണ്? 3 into 10 raised to 10 divided by n h കൂടെ ഉണ്ട്, h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 6.62 into 10 raised to minus 27 the whole divided by lambda. ലാംഡ നമുക്ക് തന്നിട്ടില്ല, ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. സോറി, ഇതിന് നമുക്ക് ഇവിടെ നമുക്ക് 6.02 നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 6 ആയിട്ട് എടുക്കാം. എനിക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയുള്ളൂ, നമുക്ക് അധികം സമയം ചിലവാക്കുന്നില്ല എൻട്രൻസ് എക്സാമിന്. സോ 6.02 നമ്മൾ 6 ആക്കി എടുക്കുന്നു. സോ 6 into 3 6 3 18. സോ 6.62 multiplied by 18. 23 minus 27 എന്ന് പറയുമ്പോൾ 27 minus 23 എന്ന് പറഞ്ഞാൽ 4 minus 4 ആണ്. സോ 10 minus 4 എന്ന് പറഞ്ഞാൽ 6. 10 raised to 6 119.16 into 10 raised to 6 by lambda. ഇനി ഇതിനെ ഈ ഫോമിലേക്ക് മാറ്റണം. സോ 1.1916 into രണ്ട് ഡെസിമൽ പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റുക. കുറയ്ക്കുമ്പോൾ ഇവിടെ രണ്ട് കൂട്ടുക. 10 raised to 6 plus 2 എന്ന് പറയുമ്പോൾ 8 by lambda. 1.16 ഇല്ല, 6 10 raised to 8 by lambda. നമ്മളിവിടെ അപ്രോക്സിമേഷൻ ചെയ്തുകൊണ്ട് എക്സാക്ട് വാല്യൂ വരില്ല, നമുക്ക് ഏതാണ്ട് അതിന്റെ അടുത്ത വാല്യൂ വരുന്നത് ഓപ്ഷൻ എ ആണ്. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ബാക്കിയെല്ലാം നല്ല വ്യത്യാസം വരുന്നുണ്ട്.
നമ്മൾ എൻട്രൻസ് എക്സാം ചെയ്യുമ്പോൾ എക്സാക്ട് വാല്യൂ ചെയ്യാൻ നമുക്ക് ടൈം കൂടുതൽ എടുക്കും. ഇങ്ങനെ അപ്രോക്സിമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഏതാണ് അടുത്ത് വരും. ഓക്കെ, 10ാമത്തെ ചോദ്യം. The energies E1 and E2 of two radiations are 25 electron volt and 50 electron volt respectively. The relation between their wavelengths is lambda 1 and lambda 2 will be. അതായത് നമുക്ക് രണ്ട് റേഡിയേഷൻസ് തന്നിട്ടുണ്ട്. അവയുടെ എനർജി എന്ന് പറയുന്നത് E1 E2 ആണെങ്കിൽ അവയുടെ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് 25 ഇലക്ട്രോൺ വോൾട്ടും 50 ഇലക്ട്രോൺ വോൾട്ടുമാണ്. അങ്ങനെയെങ്കിൽ the relation between their wavelength lambda 1 and lambda 2 will be എത്ര എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് റിലേഷൻഷിപ്പ് മാത്രമേ തന്നിട്ടുള്ളൂ. എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എനർജി E is equal to H. നമുക്കിവിടെ ന്യൂ ഇല്ല, ഇൻ ടേംസ് ഓഫ് ന്യൂ ഇല്ല. സോ H C by lambda, H C by lambda. ഇനി അപ്പോൾ E1 എന്ന് പറയുമ്പോൾ H C by lambda 1. ഓക്കെ, E2 എന്ന് പറയുമ്പോൾ H C by lambda 2. E1 ന്റെ വാല്യൂ 25 ഇലക്ട്രോൺ വോൾട്ട്, 25 ഇലക്ട്രോൺ വോൾട്ട്. E2 എന്ന് പറയുമ്പോൾ 50 ഇലക്ട്രോൺ വോൾട്ട്, 50 ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിക്കുന്നത്. സോ lambda 1 is equal to lambda 2 is equal to, നമുക്ക് അതിനെ അങ്ങനെ മാറ്റണം. lambda 1 lambda 2 ഞാൻ ഈ ക്വസ്റ്റ്യൻ മാറ്റുകയാണ്. lambda is equal to HC by E. so lambda 1 is equal to HC by E1, lambda 2 is equal to HC by E2. so lambda 1 is equal to HC by E1 എത്രയാണ് 25 ആണ്. lambda 2 എന്ന് പറയുമ്പോൾ HC by 50. lambda 2 എന്ന് പറയുന്നത് lambda 1 ന്റെ ഹാഫ് ആണ് അല്ലേ. lambda 2 is equal to 1/2 lambda 1 നമുക്ക് വന്നു. ഇനി lambda 1 നോക്കാം. lambda 2 ന്റെ ഡബിൾ അല്ലേ. lambda 1 is equal to 2 lambda 2. കാരണം HC by 50 യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ into 2 ഇവിടെ ക്യാൻസൽ ആയി HC by 25 എന്ന് വരും. സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. lambda 1 is equal to lambda 2. yes, lambda 1 is equal to lambda 2. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. 11ാമത്തെ ചോദ്യം. The value of Planck's constant is 6.63 into 10 raised to minus 34 joules second. നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ 6.63 into 10 raised to minus 34 joules second ആണ്. അങ്ങനെയെങ്കിൽ the velocity തന്നിട്ടുണ്ട് 3 into 10 raised to 8. ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. Which value is closest to the wavelength in nanometers of a quantum of light with frequency of 8 into 10 raised to 15 second inverse? അങ്ങനെയാണെങ്കിൽ ഇവയുടെ അടുത്ത് വരുന്ന ലൈറ്റിന്റെ ക്വാണ്ടത്തിന്റെ വേഗത എത്രയാണ്? given frequency is 8 into 10 raised to 15 second inverse. ഇങ്ങനെയെങ്കിൽ അതിന്റെ വേഗത എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്, എഴുതിയെടുക്കുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ മാറ്റി നിങ്ങൾ ക്വസ്റ്റ്യൻ പെട്ടെന്ന് എഴുതിയെടുക്കുക. ഓക്കെ, ഈ 3 വാല്യൂസും ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വേവ് എന്താണ്? ലാംഡയാണ്. അഗൈൻ നമുക്ക് ഇവിടെ എച്ചിന്റെ ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? സി ബൈ ന്യൂ ചെയ്യുന്നു. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തു അതുപോലെയാണ് ഇത്. ഓക്കെ, സോ ലാംഡ is equal to c by nu. That means 3 into 10 raised to 8 divided by 8 into 10 raised to 15. Okay, 3 by 8 ബാക്കി ചെയ്യാം. 3 by 8 ചെയ്യുമ്പോൾ എത്ര വരും? ഓക്കെ, 3.7 into 10 raised to minus 8 മീറ്റർ എന്ന് വരും. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? നാനോമീറ്ററിലാണ്. അതായത് 3.7 into 10 raised to minus 8 plus 9 എന്ന് വരും. അപ്പോൾ 3.7 into 10
3.7 നമുക്ക് എങ്ങനെ എഴുതാം? 4. So 4 into 10 ഉണ്ടോ? യെസ്, 4 into 10 raised to 1. അതാണ് 4 into 10. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എഴുതുമ്പോൾ ശ്രദ്ധിക്കാൻ നോക്കുക. തന്നിരിക്കുന്ന യൂണിറ്റ് ഏതാണോ ആ യൂണിറ്റിൽ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടുകയുള്ളൂ. ഓക്കെ, 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 12ാമത്തെ ചോദ്യം, ഫോർ ഗിവൺ എനർജി E equals 3.03 into 10 raised to minus 19 joule, corresponding wavelength is അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന എനർജി ഇത്രയും ആണെങ്കിൽ അത് കറസ്പോണ്ട് ചെയ്യുന്ന വേവ്ലെങ്ത് എത്ര എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നോക്കാം, ഓപ്ഷൻസ് നോക്കാം. നാനോമീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നാനോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാം എങ്ങനെയാണെന്ന്. E is equal to h nu. നമുക്ക് ന്യൂ ഇല്ല, therefore E is equal to h c by lambda. Therefore lambda is equal to എന്ത് വരും? h nu by h c by e. അതായത് h എത്രയാണ്? 6.626 into 10 raised to minus 34 into c 3 into 10 raised to 8 divided by e 3.03 into 10 raised to minus 19. ഇനി ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കിവിടെ 3.03 നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. എന്തിന് അപ്രോക്സിമേറ്റ് ചെയ്യണം? 3ക്ക് അപ്രോക്സിമേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാവും. അപ്പൊ നമുക്ക് 3.03 എന്തായിട്ട് മാറും? 3 ആയിട്ട് മാറും. സോ 3യും 3യും ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നു is equal to 6.626 into 10 raised to minus 34 plus 8 plus 19. Okay, 10 raised to is equal to 6.626 into 10 raised to minus 7 എന്ന് വരും. അത് മീറ്റർ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? നാനോമീറ്ററിലാണ്. അപ്പോ മീറ്ററിന് നാനോമീറ്റർ കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 10 raised to 9 ചെയ്യണം. അതായത് is equal to 6.626 into 10 raised to minus 7 plus 9. അതായത് minus 7 plus 9 എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ എന്ന് പറയും. ഓക്കെ, 10 സ്ക്വയർ ഓക്കെ is equal to 662.600 എന്ന് വരും. നമുക്കിവിടെ വന്നത് എക്സാക്ട് വാല്യൂ അല്ല, നമ്മളിവിടെ അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്തത്. അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. ഈ വാല്യൂ അടുത്ത് വരുന്ന വാല്യൂ ഉണ്ടോ? ഇതല്ല, ഇതാണ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി 656 നാനോമീറ്റർ ആണ് ശരി ഉത്തരം. ഓക്കെ ഫ്രണ്ട്സ്, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിലെ 1ാം ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ബാക്കി ചോദ്യങ്ങളുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.